ഡോക്ടർ സമ്പത്ത്, നിങ്ങൾക്ക് 4-ാം തീയതി വരെ ആശ്വസിക്കാം എന്നതിനപ്പുറം 4-ാം തീയതിക്ക് ശേഷം എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ തന്ത്രങ്ങൾ അറിയാവുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിതം നയിക്കുന്ന എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ജന്മം കൊണ്ടുപോലും വ്യത്യാസം ഉള്ള വളരെ വ്യത്യസ്തതയുള്ള, ഇതൊക്കെ പരിഹാസമായിട്ട് വേണമെങ്കിൽ പ്രിൻറ്റുവിന് പറയാം, പക്ഷേ ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളാണ്, ചർച്ച ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള മോദി പ്രഭാവം, മോദിക്ക് അനുകൂലമായ സാഹചര്യം ഇതൊക്കെ രാജ്യത്തുണ്ടായിരുന്നു, അതിൻ്റെ ഫലമുണ്ടാകും എന്ന് BJP പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം ഡോക്ടർ ലാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സിറ്റ് പോള് ഇത്തരത്തിലൊരു 5 മാധ്യമങ്ങളിൽ നിന്ന് വന്ന അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ചർച്ചയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ അത്തരത്തിലിപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ 3 രാഷ്ട്രീയ പ്രവർത്തകരും ഞങ്ങളുടേതായ രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ അത്തരത്തിലുള്ള വിശകലനങ്ങളും മറ്റു കാര്യങ്ങളുമായിരിക്കും പറയുക. ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത്, ജനങ്ങൾ എങ്ങനെയാണ് വിധിയെഴുതിയത് എന്നുള്ളതും, അത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇതെന്തായാലും ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ രീതിയിലുള്ളൊരു ചിത്രമാണ് വരുന്നത് എന്ന് BJP പോലും അവകാശപ്പെടില്ല. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ചിത്രം വരുന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. 1. 2, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വിജയിച്ചു, ഇനി മറ്റാരും വേണ്ടതില്ല എന്നും, തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ അതുകൊണ്ട് ആ രാഷ്ട്രീയ കക്ഷികൾ അത്തരത്തിലുള്ളവർ ഞങ്ങളിനി തെരഞ്ഞെടുപ്പേ ഇല്ല, രാഷ്ട്രീയ പ്രവർത്തനമേ മതിയാക്കുന്നു എന്നുള്ള നിലയിലും അല്ല. അവർ ഉയർത്തിയതായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, ഉയർത്തിയതായിട്ടുള്ള വിഷയങ്ങൾ അത് വീണ്ടും അഭംഗുരം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. പാർലമെൻറ്റിനകത്തും പാർലമെൻറ്റിന് പുറത്തും പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലും അല്ലാതെ നമ്മൾ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇവിടെ ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് എത്ര വോട്ട് ശതമാനം ലഭിച്ചു എന്നത്, ആകെ മൊത്തം വോട്ടെത്ര, പോൾ ചെയ്ത വോട്ടെത്ര, ഓരോ പാർട്ടികൾക്കും ലഭിച്ചതെത്ര, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശതമാനം പോലും എടുക്കാൻ കഴിയുള്ളൂ. നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഇന്ന് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണത്തെ സംബന്ധിച്ച് അത് കൃത്യമായി പറയാൻ കഴിയാത്തൊരു സ്ഥിതി നമ്മൾ കണ്ടതാണ്. അതിനെ സംബന്ധിച്ചൊരു വിമർശനത്തിൻ്റെ ഒരു കാര്യത്തിലേക്കല്ല ഞാനിപ്പോൾ കിടക്കുന്നത്. വിമർശന വിധേയമാണ് എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളും കൂടി അപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായി വരും. ഇവിടെ പ്രിൻറ്റു പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് അദ്ദേഹം സത്യസന്ധത പുലർത്തിയതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്താണെന്നറിയോ, ഈ BJPയുടെ രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗാന്ധിയൻ സോഷ്യലിസമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച BJP ഗാന്ധിവധത്തിൻ്റെ ഉത്തരവാദിത്വം പേറുന്നതായ ഒരു സംഘടന, ആ സംഘടനയുടെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ പാമ്പ് ചട്ടമുരിയുന്നത് പോലെ അത്തരത്തിൽ തൻ്റെ ആ ചട്ടമുരിഞ്ഞ് മറ്റൊരു ജീവിയായി തോന്നുന്ന നിലയിലേക്ക് വന്നാലും അത് പഴയത് തന്നെയാണ്, അത് മുറ്റിക്കൊണ്ടേയിരിക്കുകയാണ് എന്നത് പ്രിൻറ്റുവിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിയതിന് അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, മഹാത്മാഗാന്ധിയെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയും എല്ലാം വിശേഷിപ്പിച്ചു. അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരൊന്നും ആയിരുന്നില്ല എങ്കിൽ പോലും ഇവിടെ BJP പ്രതിനിധാനം ചെയ്യും. അത് ഇനിയും പറയാതിരിക്കാൻ കഴിയില്ല. എന്താണ് ഇവിടെ എല്ലാം ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് ശേഷം, എപ്പോൾ മോദിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം, ബക്രാനങ്കൽ മോദിയുടെ ഗവൺമെൻറ്റിന് ശേഷം, ഇവിടെ ISRO സ്ഥാപിച്ചത് മോദിയുടെ ഗവൺമെൻറ്റിന് ശേഷം, ഇവിടേതായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം മോദിയുടെ ഗവൺമെൻറ്റിന് ശേഷം, ഹരിത വിപ്ലവം ഈ മോദിയുടെ ഗവൺമെൻറ്റിന് ശേഷം, നമ്മളിന്ന് കാണുന്നതായിട്ടുള്ള വിദ്യാഭ്യാസ നിലവാരവും ചികിത്സാ രംഗത്തുള്ളതും ഇന്ത്യയുടെ നമ്മുടെ പ്രതീക്ഷിത ആയുസ്സിൻ്റെ വർധനവും മോദി ഗവൺമെൻറ്റിന് ശേഷം, ഇതെല്ലാം ഞങ്ങൾക്ക് ശേഷം, ഞങ്ങൾക്ക് മുമ്പ് ശൂന്യതയായിരുന്നു എന്നുള്ള നിലയിലേക്ക്, അത്തരത്തിൽ ചരിത്രത്തെ വക്രീകരിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വന്നത്. ഞാനത് എപ്പോഴെങ്കിലും അവർക്ക് തന്നെ ഇക്കാര്യത്തിൽ സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തുന്നതിന് വേണ്ടിയെങ്കിലും അത്തരം കാര്യങ്ങളിൽ ഒരു തിരുത്തൽ വരുന്നുവെങ്കിൽ നല്ലത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തെരഞ്ഞെടുപ്പിലെ വിജയം എന്നുള്ളത് കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആരെങ്കിലും പരാജയപ്പെട്ടതുകൊണ്ടും എല്ലാം അവസാനിക്കുന്നില്ല. അങ്ങനെയായിരുന്നു എങ്കിൽ ശ്രീമതി ഗാന്ധിയുടെ 77-ലെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടുകൂടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അവസാനിക്കണമായിരുന്നു, ഇല്ലേ? അങ്ങനെ ആയിരുന്നുവെങ്കിൽ BJPക്ക് 2 സീറ്റ് മാത്രമുണ്ടായിരുന്ന കാലത്ത് വെച്ച് BJPയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിക്കണമായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് അവരുടേതായ പ്രവർത്തനങ്ങൾ എന്നേക്കുമായി അവസാനിക്കേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു കാലത്ത് ഈ ശ്രീ കരുണാനിധി, യശസ്വരീയനായ കരുണാനിധി അവിടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെയും പിരിച്ചുവിട്ട് തിരുവനന്തപുരത്ത് പാങ്ങോട് പട്ടാള ക്യാമ്പിൽ നിന്നടക്കം പട്ടാളത്തെ അയച്ച് നമ്മുടെ അതിർത്തികൾ അത്തരത്തിൽ സീൽ ചെയ്ത് അദ്ദേഹത്തെ പിടി
കൂടി മാസങ്ങളോളം ജയിലിലടക്കപ്പെട്ടതോടുകൂടി തിമുകയുടെ DMKയുടെ രാഷ്ട്രീയം അവസാനിക്കേണ്ടതായിരുന്നു. തെലുങ്കുദേശം പാർട്ടിയുടെ നേതാവ് അന്ന് ഓർമ്മയുണ്ടല്ലോ, അവിടെ ഗവൺമെൻറ്റിനെ തന്നെ അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ് പിരിച്ചുവിട്ടു. കോൺഗ്രസ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും ആ തെലുങ്ക് ദേശത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വന്നത് അത് അവിടെ അവസാനിച്ചില്ലല്ലോ. അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമാണ്. അതൊരു ഭാഗം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ പ്രക്രിയയുടെ പൂർണ്ണമായ പരിപ്രേക്ഷ്യവും അവസാനത്തെ വാക്കുമല്ല. ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ എക്സിക്യൂട്ടീവിന്, ലെജിസ്ലേച്ചറിന്, ജുഡീഷ്യറിക്ക് അതിൽ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഭരണഘടനയുടെ 19(1)(a) രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്രീഡം ഓഫ് ദ പ്രസ് എന്ന് പറഞ്ഞില്ലെങ്കിലും മാധ്യമങ്ങളുടെ ഇടപെടലും അവിടെ വരികയാണ്. ഓരോ പൗരൻ്റെയും ഇടപെടലും അവിടെ വരികയാണ്. നമ്മൾ അത്തരത്തിലുള്ള ഒരു അനുസ്യൂതമായ ഒരു പ്രക്രിയയിലാണ്. ഇവിടെ 400 സീറ്റ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടതും അതിൽ അഭിമാനം കൊണ്ടതും ഞങ്ങൾ അതിനപ്പുറത്തേക്ക് കടക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ ആ പറഞ്ഞവർക്ക് തന്നെ 400 സീറ്റ് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ശരി, നല്ലത്. യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മണിക്കൂറുകൾക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഏറ്റക്കുറച്ചിലുകൾ വെച്ച് നമുക്ക് ചർച്ച ചെയ്യാനായി പറ്റുക. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് ഈ കാര്യം, തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ അത് തെരഞ്ഞെടുപ്പോടുകൂടി തീരുന്നില്ല. യെസ്.